കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കി IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ ബി അശോകിന്റെ പടയൊരുക്കം. മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥ വൃന്ദത്തിനുമെതിരെ അശോക് നടത്തുന്ന വെളിപ്പെടുത്തലുകൾ രണ്ടാം പിണറായി സർക്കാരിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയാകുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടും ഒരടി പോലും പിന്നോട്ടില്ലെന്ന നിലപാടിൽ പുലിക്കുട്ടിയെ പോലെ അശോക് ആഞ്ഞടിക്കുമ്പോൾ മറുപടി പറയാനാകാതെ CPM നേതൃത്വവും സർക്കാരും വിയർക്കുകയാണ്. ഇത്രയും ക്രൂരവും ജനങ്ങളോട് നിസ്സംഗതയും പുലർത്തുന്ന ഒരു ഭരണം തന്റെ സർവീസ് കാലയളവിൽ കണ്ടിട്ടില്ലെന്നാണ് അശോക് തുറന്നടിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നയമാറ്റങ്ങളും വഴിവിട്ട കൂട്ടുകെട്ടുകളുമാണ് സർക്കാരിനെ ഈ ഗതിയിലാക്കിയത്. ആരോഗ്യവകുപ്പിൽ 40,000 കോടി രൂപ കുടിശ്ശിക ഉള്ളപ്പോഴാണ് കോടികൾ ദൂർത്തടിച്ച് നവകേരള സദസ്സ് നടത്തിയത്. മന്ത്രിമാർക്ക് ഭക്ഷണം നൽകാൻ പോലും മയക്കുമരുന്ന് മാഫിയയുടെ പണം ഉപയോഗിച്ചുവെന്ന അശോകിന്റെ ആരോപണം പിണറായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. ഭൂരിപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് അയ്യപ്പ സംഗമം നടത്തിയ സർക്കാർ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലൂടെ വിശ്വാസികളെ വഞ്ചിച്ചുവെന്നും ഇതിന് മാപ്പില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ഉളുപ്പില്ലാത്ത സർക്കാർ ഖജനാവിലെ കോടികൾ മുടിച്ച് കിഫ്ബിക്ക് വേണ്ടി പരസ്യം നൽകുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. 4-ാം തീയതി വോട്ടെണ്ണൽ കഴിയുന്നതോടെ ഇടതുമുന്നണിയിൽ വൻ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും സർക്കാർ മാറാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂവെന്നും അശോക് പ്രവചിക്കുന്നു. ഭരണം കൂടിപ്പോയാൽ പിണറായി വിജയനും CPMനും വരുംകാലം അത്ര ശുഭകരമാകില്ലെന്ന സൂചനയാണ് അശോകിന്റെ വാക്കുകൾ നൽകുന്നത്. നിയമ നടപടികൾക്ക് കാത്തുനിൽക്കാതെ ജനകീയ കോടതിയിൽ സർക്കാരിനെ വിചാരണ ചെയ്യാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. സസ്പെൻഷൻ ഉത്തരവ് പുറത്തുവന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിയെയും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം അടക്കമുള്ള ഉന്നതരെയും പേരെടുത്ത് വിമർശിച്ചിട്ടും ഒരു CPM നേതാവോ മന്ത്രിയോ വാ തുറക്കാൻ ധൈര്യപ്പെടുന്നില്ല. LDF കൺവീനർ TP രാമകൃഷ്ണനും കൃഷിമന്ത്രി P പ്രസാദും നിലവിൽ മൗനി ബാബമാരായി തുടരുകയാണ്. അശോകിന്റെ വെളിപ്പെടുത്തലുകൾ വരാനിരിക്കുന്ന പുതിയ സർക്കാരിന് പിണറായിക്കെതിരെയുള്ള കൃത്യമായ തുറുപ്പുചീട്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ചുരുക്കത്തിൽ സെക്രട്ടേറിയറ്റിലെ ഫയലുകൾക്കുള്ളിലെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ തന്നെ സർക്കാരിനെതിരെ തെരുവിലിറങ്ങുന്നത് പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞു.